മാച്ച് ഇതാ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. രണ്ട് കണ്ടസ്റ്റന്റ്സും വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആര് ജയിക്കുമെന്ന് ആർക്കും അറിയില്ല. ഒരു സൂപ്പർ പഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. കലക്കി. രണ്ടുപേരും ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ്. അടുത്ത മിനിറ്റ് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. തുടർന്ന് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടി. എന്റെ നെക്സ്റ്റ് ഫൈറ്റിനുള്ള ഫൈറ്റേഴ്സ് ഇതാ കിട്ടിക്കഴിഞ്ഞു. നാഗേഷ്, അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ലാപ്ടോപ്പിൽ നോക്കുന്നത്? നിങ്ങൾ പുതിയ ഫൈറ്റേഴ്സിനെ കണ്ടുപിടിച്ചോ? ഇത്രയും ചെറുക്കുന്നുണ്ടല്ലോ. ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ഷോമാൻ. ഇപ്പോഴൊക്കെ ഷോമാന്റെ ഷോയിൽ കൂട്ടം കുറഞ്ഞു വരികയാണ്. കണ്ടില്ലേ, വളരെ കുറച്ചു പേരാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ പോയാൽ നമ്മളെല്ലാം വാരി ചുരുട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇന്റർനെറ്റിൽ വളരെ വ്യത്യസ്തമായ ഫൈറ്റേഴ്സിനെ തേടുകയായിരുന്നു. അവരുടെ ഫൈറ്റിൽ ഒരു പുതുമയുണ്ടാകും. അത് കണ്ട് ജനങ്ങൾ രസിക്കണം. അങ്ങനത്തെ ഫൈറ്റേഴ്സ് എനിക്കിതാ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ലോകത്ത് 2 മാജിക് സിറ്റീസ് ഉണ്ട്. സൺ സിറ്റിയും കാൽ സിറ്റിയും. അവിടെ ഉള്ളവർക്ക് മാജിക് അറിയാം. 2 നാടിന്റെയും കിങ്സ് വളരെ വലിയ മജീഷ്യൻസ് ആണ്. അവര് നമുക്ക് വേണ്ടി അടിപിടി കൂടും. നിങ്ങൾ പറഞ്ഞത് കേട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യും? അവരുടെ മുമ്പ് നിങ്ങൾക്ക് വാല്യൂ ഒന്നുമില്ല. പാമ്പ് കടിച്ചാൽ അതിന്റെ വിഷം മുറിക്കാൻ മരുന്നുണ്ട്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ എന്റെ കളി തുടങ്ങുകയാണ്. നീ കണ്ടുകൊണ്ടിരിക്കും. നാഗേഷ് സാർ, സമീറ മാഡം, നിങ്ങൾ ഒരുപാട് ദൂരത്ത് നിന്നും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതിന് വളരെ നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഇഷ്ടമല്ല. മറുനാടൻ നാടുകൾക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങളിത് എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്റെ സിറ്റിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു ആപത്തും ഉണ്ടാകരുത്. മറുനാടൻ ആളുകൾക്ക് ഞങ്ങളെക്കുറിച്ച് മനസ്സിലായാൽ പിന്നെ അവരെല്ലാം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. ഗസ്റ്റിനെ സ്വീകരിക്കാൻ ഞാനിത് എത്തി കഴിഞ്ഞു. സാറേ, ജ്യൂസ് എടുത്ത് കുടിച്ചോളൂ. പക്ഷേ നിങ്ങൾ എല്ലാവരും മജീഷ്യൻസ് ആണ്. നിങ്ങൾ എന്തിനാ പിന്നെ മറ്റുള്ളവരെ കണ്ട് പേടിക്കുന്നത്? പ്രശ്നം പേടിയല്ല. ഞങ്ങൾക്ക് മാജിക് അറിയാം. പക്ഷേ ഞങ്ങളും നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ്, സാധാരണ മനുഷ്യർ. ഞങ്ങളും നിങ്ങളെപ്പോലെ ആഹാരം കഴിക്കുന്നു, എഴുന്നേൽക്കുന്നു, ഉറങ്ങുന്നു. ഞങ്ങൾക്കും സന്തോഷങ്ങളും വേദനകളുമുണ്ട്. എല്ലാം ഞങ്ങളും അനുഭവിക്കുന്നു. അത് കലക്കി സർ. എല്ലാ രീതിയിലും നിങ്ങൾ ഞങ്ങളെപ്പോലെ തന്നെയാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് നിങ്ങൾ ഞങ്ങളെപ്പോലെ ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു. ഞാനത് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ കാര്യത്തിൽ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയണം. എന്താ ഇത്? എന്താ ഇത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറയ്, അല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. പെണ്ണുങ്ങളുടെ നേർക്ക് ഞാൻ കൈ നീട്ടാറില്ല. ആദ്യം വഴി മാറി നിൽക്ക്. അല്ലെങ്കിൽ പിന്നെ പാമ്പിന്റെ വിഷം മുറിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. താങ്ക് യു സെറീന. ഇയാൾ ഇനി അടുത്ത 24 മണിക്കൂർ വരെ ഉറങ്ങിക്കൊണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് ഇയാളെയും കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അടുത്തതായി എനിക്ക് ഷാക്കാലിനെ ഒന്ന് കാണണം. അവര് അപ്പൂപ്പനെയും കൊണ്ടൊക്കെ പോയി. രുദ്ര ഫ്ലൈയിങ് സ്കേറ്റ് ബോർഡ് കളിക്കാൻ പോയിരിക്കുക. നമുക്ക് പോയി ചെന്ന് അവനോട് കാര്യങ്ങൾ പറയാം. അവരിപ്പോ ഷാക്കാലിനെ കാണാനാ പോയിരിക്കുന്നേ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് രുദ്രന്റെ അടുത്ത് കൊണ്ടുപോകും. ആരും കണ്ടെത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇയാളെ കൊണ്ടുചെല്ല്. ആരും ഇവിടെ വന്ന് മാജിക് ചെയ്ത് ഇയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകരുത്. ഞാൻ ചെന്ന് ഷാക്കാലിനെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ജയസിംഗിന്റെ ഗ്രാൻഡ് സൺ രുദ്രയെയും എനിക്കൊന്ന് കാണണം. ജയ്സിംഗ് ചൗഹാൻ നിന്റെ കസ്റ്റഡിയിലാണെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. എനിക്ക് വിശ്വാസമാവുന്നില്ല.
എന്റെ മുത്തശ്ശൻ എവിടെയുള്ളത്? പറയേ, എന്റെ മുത്തശ്ശൻ എവിടെയാ? ഓ രുദ്ര, നീയും എത്തിയോ? അതേതായാലും നന്നായി. ഞാൻ ഷാക്കാലിനെ കണ്ടു കഴിഞ്ഞിട്ട് നിന്നെ കാണാൻ വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഞാനൊരു ഷോമാൻ ആണ്, വലിയ രീതിയിൽ ഫൈറ്റ് ഷോ ചെയ്യുന്നവനാണ്. എന്റെ ഷോയിൽ നിങ്ങൾ രണ്ടാളും വന്ന് ഫൈറ്റ് ചെയ്യണം. ആര് ജയിക്കുന്നുവോ അവർക്ക് ഞാൻ ജയ്സിംഗ് ചൗഹാനെ വിട്ടു തന്നേക്കാം. ഓ, അങ്ങനെ നടക്കില്ല. എന്റെ മുത്തശ്ശൻ എവിടെയാണ്? പറയാ, പറയാ. മുത്തശ്ശൻ എവിടെയാ? നിന്റെ അപ്പൂപ്പനെ പിടിച്ചു കൊണ്ടുപോയത് ഞാനല്ല. എന്നെ എന്തിനാ ഇങ്ങനെ ഓടിച്ചിട്ട് കളിപ്പിക്കുന്നത്? എന്റെ മുത്തശ്ശൻ എവിടെയാണെന്ന് പറയാ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. അയാളിപ്പോ എവിടെ ഉണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. എന്താ? അയാൾ എവിടെ ദൂരത്തേക്ക് കൊണ്ടുപോയിരിക്ക. അവിടെ ആരുടെ മാജിക് പവറും വർക്കൗട്ട് ആവില്ല. ആ സ്ഥലം എവിടെയാ ഉള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം നിങ്ങൾക്ക് മാജിക് പവർ യൂസ് ചെയ്തത് കണ്ടെത്താൻ പറ്റില്ല. വേഗം പറ, എന്റെ മുത്തശ്ശനെ എവിടെയാ വെച്ചിരിക്കുന്നത്? ഞാൻ പറയുന്ന സത്യമാണ്, എനിക്കതൊന്നും അറിയില്ല. ഇവൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. ജയ്സിംഗ് ചൗഹാൻ ഇവിടെ ഇല്ലെങ്കിൽ ഈ സൺ സിറ്റി എനിക്ക് സ്വന്തമാകാൻ പോവുകയാണ്. എനിക്ക് നിന്റെ ഷോയിൽ വന്ന് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾ പറയാറുണ്ട് പാമ്പ് കടിച്ചാൽ വിഷം മുറിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളിപ്പോ അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്യേണ്ടി വരും. പിന്നെ സൺ സിറ്റി സ്വന്തമാക്കണമെന്ന് നിങ്ങൾ കണ്ട ആ സ്വപ്നം ഒരിക്കലും പൂർണ്ണമാവില്ല. ഇല്ല, നിൽക്ക. ഞാൻ രുദ്രയുമായി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവന് തോൽപ്പിക്കുക എന്നത് എനിക്ക് ഈസിയായ ഒരു കാര്യമാണ്. പിന്നെ നീ എനിക്ക് വാക്ക് തരണം. അതിനുശേഷം ആ ജയ്സിംഗ് ചൗഹാനെ ഒരിക്കലും വിട്ടയക്കുകയില്ല എന്ന്. തീർച്ചയായിട്ടും ഷാക്കാൽ, നിനക്കിതാ ഞാൻ വാക്ക് തരുന്നു. ആര് ജയിക്കുന്നുവോ ഞാൻ അവർക്ക് ജയ്സിംഗിനെ വിട്ടു തന്നേക്കാം. പറയൂ രുദ്ര, എന്താ നിന്റെ തീരുമാനം? എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നല്ലോണം ആലോചിച്ചോളൂ. പാമ്പ് കടിച്ചാൽ വിഷം മുറിക്കാൻ മരുന്നുണ്ട്. പക്ഷെ നാഗേഷിന്റെ ട്രാപ്പിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്നത്തെ മാച്ച് അടിപൊളിയായിരിക്കും. അല്ല, ഇത് വലിയ പ്രശ്നമായല്ലോ. നമ്മുടെ രുദ്ര ആ നാഗേഷിന്റെ കയ്യിൽ കുടുങ്ങി പോയല്ലോ. നമ്മളിപ്പോ വിചാരിച്ച പോലെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നത്. മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടി രുദ്ര ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനാണ് നാഗേഷ്, ദ ഗ്രേറ്റ് ഷോമാൻ ഓഫ് ദ ഇയർ. ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ നമ്മുടെ മുൻപിൽ 2 കണ്ടസ്റ്റൻസ് ഉണ്ട്. രണ്ടുപേരും മാജിക് വേൾഡിൽ നിന്നും വന്നവരാണ്. ശത്രുക്കളെ എടുത്തിട്ട് പന്താടുന്നവരാണ് രണ്ടുപേരും. അവന്റെ പേര് പറഞ്ഞാൽ ആരും ഞെട്ടും. അവന്റെ പേരാണ് ഷാഖാർ. അതെ, ഇതാ വരുന്നു ഷാഖാർ. അടുത്തതായി വരാൻ പോകുന്നത് നമ്മുടെ ഹീറോ ആണ്. പ്രായത്തിൽ വളരെ കുറഞ്ഞവനാണെങ്കിലും നമ്മുടെ ഹീറോ മാജിക്കിന്റെ കാര്യത്തിൽ കിങ് ആണ്. അതെ, സൺ സിറ്റിയുടെ രുദ്ര. മൈ ഡിയർ ഫ്രണ്ട്, നിങ്ങൾ കാത്തിരുന്ന സമയം ഇതാ എത്തിക്കഴിഞ്ഞു. ലെറ്റ് us start the fight. ഞാനാണ് മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക, ഞാനാണ് ഷാക്കാൽ. ഇന്ന് രുദ്ര നിന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമായിരിക്കും. ഷാക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. അകീറ, സകീറ, ഫയർബോൾ ഷൂ. ഇബൈസ്ക, സിബൈസ്ക, വാട്ടർ ബോൾ ഗോ. ജന്തർ മന്തർ കാലിക്കലന്തർ വാട്ടർ ബോൾ. ആ വാട്ടർ ബോൾ എവിടേക്കാ
സക്കീറ മാജിക്കൽ സ്വാഡ് ക്രിയേറ്റർ.